ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടാ സൂപ്പാണ്. അപ്പോൾ ഈ ചൂടാ സൂപ്പ് ഇപ്പം നല്ല തണവൊക്കെ വന്നിരിക്കുന്ന നേരത്ത് ഈ ചൂടാ സൂപ്പ് അങ്ങോട്ട് കഴിച്ചാലേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ചിക്കൻ സൂപ്പ് വയ്ക്കാനായിട്ട് അധികമൊന്നും ചിക്കൻ്റെ ആവശ്യമില്ല. ഒരു 5-6 കഷ്ണം നല്ല എല്ലോട് കൂടിയ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നല്ല കഴുകി വാരിയ ചിക്കൻ ഇടാം. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 6-7 കഷ്ണം ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു സവാള അര നോക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇടാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇടണം. ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം ചിക്കന് ആവശ്യമായ ചിക്കൻ വേവിക്കാൻ ആവശ്യമായ കുരുമുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പും, പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കാനും പിന്നെ കുറച്ചും കൂടി വെള്ളത്തോട് കൂടിയ സൂപ്പാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സാണ് വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം വിസിൽ മൊത്തം പോയതിന് ശേഷം കുക്കർ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ സൂപ്പിന് ആവശ്യമായ വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാബേജ് അരിഞ്ഞതും, ക്യാരറ്റ്, ബീൻസ്, ചോളം എന്നിവയാണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 3 വിസിലിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെക്കണം. ഈ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ നമ്മൾ ആദ്യം തന്നെ സൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ സ്റ്റോക്ക് വാട്ടർ. അത് നമ്മൾ ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നത് നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അത് നമ്മൾ ഈ വെന്ത ചിക്കൻ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചീന്തി എടുത്ത് ചെറിയ പീസുകളായാൽ മതി. നമ്മൾ എത്രത്തോളം ചെറുതാക്കണം, സൂപ്പിൽ നമ്മൾ നല്ലോണം ഇങ്ങനെ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ്. വലിയ കഷ്ണങ്ങളാകുമ്പോൾ അത് നമുക്കൊരു സൂപ്പിൻ്റെ ഒരു ഗുമ്മ കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ചിക്കൻ പീസുകളും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് വാട്ടറും ചിക്കനും വെച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് അതിലേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എനിക്ക് കുറേ ഷോപ്പുകളിൽ ചോദിച്ചപ്പോൾ എനിക്കത് കിട്ടിയില്ല. കാരണം ഇത് ചില സീസണിൽ ഈ സ്പ്രിംഗ് ഓണിയൻസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഒരു 2 ചെറുള്ളി ഇട്ട് കൊടുത്തു. നല്ലോണം വഴറ്റി കൊടുത്ത് അതിലേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റും ബീൻസും അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ചേർത്ത് കൊടുക്കുക. ക്യാബേജിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ ഒന്നാണ് ചോളമൊക്കെ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഏതാ വെജിറ്റബിൾസ് ഇഷ്ടം അതൊക്കെ നമുക്ക് സൂപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കണം. നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരിത്തിരി നേരം വേവിക്കാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം വെന്ത് ഒരുവിധം സൂപ്പിന് പാകമായിട്ടുള്ള വേവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് വാട്ടർ എടുത്ത് ഇതിലേക്ക് ഒഴിക്കണം. ഇത് ഒരുമിച്ച് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സ്റ്റോക്ക് വാട്ടറിൻ്റെ ഇതിലും കൂടി വേവുമ്പോൾ ഈ നമ്മുടെ വെജിറ്റബിൾസിനും ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി സൂപ്പിന്റെ തിള വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ സോയാ സോസ്, 1 സ്പൂണ് സോയാ സോസും, ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും 1 സ്പൂണ് ഇട്ട് കൊടുക്കണം. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇടണം. നമ്മൾ സൂപ്പിൽ ശരിക്കും ഉപ്പൊന്ന് മുന്നിട്ട് നിന്നാലും സൂപ്പ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു എരിവ്, ഇപ്പൊ സൂപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുരുമുളകാണ്. അപ്പൊ കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് വെള്ള മാത്രം, ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തത്. ആ മുട്ട ചെറുതായിട്ടൊന്ന് ഒരു ഓട്ടിട്ടിട്ട് നമ്മളതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണി മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വെള്ളം മൊത്തം അങ്ങോട്ട് പോരും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, വെള്ള സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി. ചിലവർ ഇത് പൊട്ടിച്ചതിന് ശേഷം ഉണ്ണി സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കും. ഞാൻ അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഉണ്ണി പൊട്ടി പോവാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ 2 മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് അത് നമ്മൾ സൂപ്പിക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഒരു ചെറിയ ബൗളിൽ 2 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് ആ കോൺഫ്ലവറിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് നല്ലോണം കലക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ തന്നെ നമ്മൾ സൂപ്പിന് നല്ലൊരു കൊഴുപ്പ് വരും. ഞാനിപ്പോൾ ഇവിടെ ഈ സൂപ്പിൽ കുറച്ച് ചിക്കൻ കൂടിപ്പോയി, അതാണ് കുറച്ചും കൂടി ഒരു തിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇച്ചിരി കൂടി വെള്ളം തിളപ്പിച്ച് ഒഴിക്കും. എന്നാലേ കുറച്ച് ഒരു 3-4-5 പേർക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ഞാനിപ്പോൾ ഇവിടെ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി, നിങ്ങൾക്ക് ഇത്ര അധികം ചിക്കൻ്റെ ആവശ്യമില്ല. ഒരു ഇച്ചിരി ചിക്കൻ മതി. അതിലൂടെ നമ്മൾ മുട്ടയിടുമ്പോൾ കുറച്ച് നല്ലോണം കൊഴുപ്പാവും. പിന്നെ കൂടെ ഈ കോൺഫ്ലവറും കൂടി ചേർക്കുന്നത് കഴിഞ്ഞാൽ സൂപ്പ് സെമ്മ ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ സൂപ്പ് ഇവിടെ ഫൈനൽ സ്റ്റേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു സാധനം മാത്രം ചേർത്താൽ മതി, അത് വിനീഗറാണ്. അത് നമ്മൾ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വരാൻ വേണ്ടി ഫൈനലായിട്ട് നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പം തന്നെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി കൂടുതൽ നേരം നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി തിക്കാവും. ഇനി സൂപ്പ് ഇരിക്കും തോറും അത് തിക്കായിട്ട് വരും. അപ്പം നമ്മൾ അധികം തിക്കായി തന്നെ നമ്മൾ എടുക്കരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കണം. അപ്പം കുറച്ചും കൂടി ചൂടൊക്കെ ആറി കഴിയുമ്പോൾ, അല്ലെങ്കിലും ചൂടാറി കഴിഞ്ഞാൽ സൂപ്പിൻ്റെ ടേസ്റ്റ് പോയി കഴിയും. നല്ല ഒരു ഇച്ചിരി നേരിയ ചൂടോട് കൂടി തന്നെ നമ്മൾ സൂപ്പൊക്കെ കഴിച്ചാലേ അത് നമ്മൾ സെറ്റ് ആവുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഹെൽത്തി സൂപ്പാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പം എക്സാം ടൈമാണ്. അപ്പം നമുക്ക് അവരുടെ വയറൊന്ന് ചെറുതായിട്ടൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തണവൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ സൂപ്പ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഉന്മേഷം വരും. ഇതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. നല്ല അടിപൊളി, നല്ല കുഴുകുഴാന്നിരിക്കുന്ന ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുന്നു. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ലോണം കടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ പീസുകൾ കൂടിപ്പോയി. അടിപൊളി. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഈ സിമ്പിൾ ചിക്കൻ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇനി മുതൽ
1 മിനിറ്റ് വീഡിയോയിൽ എൻ്റെ റെസിപ്പികളൊന്നും എങ്ങനെയാ ഉണ്ടാക്കിയാന്നുള്ള വീഡിയോകളൊന്നും ഇനി ഉണ്ടാവില്ല. അതിനുവേണ്ടി എൻ്റെ ചാനലിൽ വന്ന് ലോങ് വീഡിയോ തന്നെ നിങ്ങൾ കാണണം. അപ്പൊ അതിൽ വിശദമായിട്ട് റെസിപ്പി ഉണ്ടാവും. പലരും ഇപ്പൊ എനിക്ക് അറിയണവരൊക്കെ എന്നോട് പറഞ്ഞു ഇത് വിശദമായിട്ട് കാണാത്തതുകൊണ്ട് എന്തൊക്കെ ചേർത്തതെന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ വലിയ വീഡിയോയിൽ ഇപ്പൊ നമ്മളിപ്പോ ഷോർട്ടിലൊക്കെ കാണുന്നത് ചെറിയ ചെറിയ പീസുകൾ മാത്രം. അപ്പൊ വിശദമായിട്ട് നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ചാനലിൽ വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഓരോ വീഡിയോസും അപ്പൊ തന്നെ കാണാനുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. അപ്പൊ അത്രയുള്ള തറ്റ. See you.